ഞാൻ വന്നിട്ട് പൊളി ചിക്കൻ കുറുമയാണ് ട്ടോ. അപ്പൊ ഇതിലേക്ക് വേണ്ടിയത് ഉള്ളി വേണം, കിഴങ്ങ് വേണം, പച്ചമുളക് വേണം, കറിവേപ്പില വേണം, ഇഞ്ചി വെളുത്തുള്ളി വേണം, പിന്നെ ഇതിലേക്ക് തേങ്ങാപ്പാൽ വേണം ട്ടോ. അപ്പൊ ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് പട്ട, കറാമ്പൂ, ഏലക്ക എന്നിവ ഇട്ടുകൊടുക്കാം. അപ്പൊ നമുക്ക് ചൂടാകുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് നമ്മളെ വെള്ളിയുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പൊ പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിന് ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോ നമുക്ക് ഇതിലേക്ക് ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടിച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാട്ടോ. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ആ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആദ്യം കറിവേപ്പിൻ്റെ ഇല ഇടാം. പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇടാം, പെരുംജീരകപ്പൊടി, മല്ലിപ്പൊടി ഇടാം. നന്നായിട്ട് മിക്സ് ചെയ്യണം ട്ടോ. ഇനി അതിലേക്ക് ഗരം മസാല പൗഡർ ചേർക്കാം. കുറച്ച് കുരുമുളകും കൂടി ഇട്ടെടുക്കണ്ടേ. അപ്പൊ അമ്മച്ചി കുറച്ച് കുരുമുളകും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. നമ്മൾ എരിവിന് മുളകും പൊടിയൊന്നും ചേർത്തെടുക്കൂലട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ എടുത്ത് വെച്ച പാല് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തിട്ട് അടിച്ചു വെച്ച് വേവിക്കുക. അപ്പൊ നമ്മൾ ഉള്ളിയും കിഴങ്ങും അരച്ചെടുക്കാൻ പോവാണ്. അരച്ചെടുത്തിട്ടുണ്ട് ട്ടോ. പിന്നെ ഞങ്ങളോട് അണ്ടിപ്പരിപ്പിന്റെ കാര്യം പറയാൻ മറന്നില്ലേ. കുറച്ച് അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് വെക്കണേ. ഇനി അണ്ടിപ്പരിപ്പും കൂടി നമുക്ക് അരച്ചെടുക്കാം. അപ്പൊ നമ്മളെ ചിക്കൻ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളി വെച്ചത് ചേർത്ത് കൊടുക്കാം. അതേപോലെ അണ്ടിപ്പരിപ്പ് അടിച്ചതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യണേ. അപ്പൊ നമ്മളെ കറി കുറുങ്ങി വന്നിട്ടുണ്ട് ട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മളെ കുറുമ ഏകദേശം റെഡി ആയിട്ടുണ്ട് ട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടി ഉപ്പ് ചേർക്കണേ. ഇനി കുറച്ചൊക്കെ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കണം ട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മലച്ചപ്പും കൂടി ഇട്ടെടുത്താ നമ്മളെ കുറുമ റെഡി. അപ്പൊ ഇത് പാലപ്പത്തിന്റെ ഒപ്പാണെങ്കിൽ അടിപൊളി കേട്ടോ. അപ്പൊ ഗായ്സ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ ബൈ.